ബഹുവന്യരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം കരുണയുള്ള ആളായിരുന്നു എന്ന്? മനുഷ്യരോട് മാത്രമല്ല, കുഞ്ഞു കിളികളോടും മിണ്ടാപ്രാണികളായ മൃഗങ്ങളോട് പോലും നബി തങ്ങൾക്ക് വലിയ സ്നേഹമായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രവാചകൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ഒരു യാത്ര പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആവശ്യത്തിനായി മാറിയ സമയത്ത് സ്വഹാബികളിൽ ഒരാൾ ഒരു മരപ്പൊത്തിൽ മനോഹരമായ ഒരു കിളിക്കൂട് കണ്ടു. അതിൽ 2 കുഞ്ഞിക്കിളികൾ ഉണ്ടായിരുന്നു. ആ സ്വഹാബി ആ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തു. അപ്പോഴാണ് തള്ളക്കിളി പറന്നു വന്നത്. തൻ്റെ കുഞ്ഞുങ്ങളെ കാണാതെ ആ തള്ളക്കിളി സങ്കടത്തോടെ ആകാശത്ത് വട്ടമിട്ട് പറന്ന് ചിറകടിച്ചു കരയാൻ തുടങ്ങി. തിരികെ വന്ന നബി തങ്ങൾ ഈ കാഴ്ച കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരാണ് ഈ പാവം കിളിയെ അതിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു വേദനിപ്പിച്ചത്? വേഗം കുഞ്ഞുങ്ങളെ അതിൻ്റെ കൂട്ടിൽ തന്നെ തിരികെ വെക്കൂ. സ്വഹാബി ഉടൻ തന്നെ ആ കുഞ്ഞുങ്ങളെ കൂട്ടിൽ തിരികെ വെച്ചു. തള്ളക്കിളി സന്തോഷത്തോടെ കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് പറന്നിറങ്ങി. നോക്കൂ കൂട്ടുകാരെ, ആ ചെറിയ കിളിയുടെ വിഷമം പോലും മനസ്സിലാക്കാൻ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, അതായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. മിണ്ടാപ്രാണികളോട്, സകല ജീവികളോടും, സസ്യങ്ങളോടും, എല്ലാ ജീവജാലങ്ങളോടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ കരുണയായിരുന്നു. ഇതായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി. ഈ രീതിയാണ് നാം പിൻപറ്റേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള എല്ലാവർക്കും കരുണ ചെയ്ത് ജീവിക്കാൻ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.